വൈര നിര്യാതന ബുദ്ധിയോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്തുന്നത് എന്നാണ്. അല്ല, ഇതിലിപ്പോ നമ്മളുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവിടെ ഇത് ഭരണഘടന വിരുദ്ധമാണോ ഈ വഖഫ് നിയമം എന്നാണ് ചോദിക്കുന്നത്. കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന്. ഇവിടെ ഇപ്പോൾ സർവമത സമഭാവന എടുത്തു വെച്ചുകൊണ്ട് ഇവിടെ അതിന്റെ ഒരു ഇൻ ആക്ഷൻ എന്നുള്ള രീതിയിൽ ഒക്കെ അതിനെ എക്സംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വഖഫ് നിയമത്തെയൊക്കെ കൂട്ടുപിടിക്കുമ്പോൾ അതൊരു വലിയ തോൽവിയായിട്ട് മാറുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പ് നൽകുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചില വിഷയങ്ങൾ. അത് സെക്യുലറിസം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നിൽക്കുന്നത് മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഐഡന്റിറ്റിയുടെ പേരിൽ നിങ്ങളുടെ ലിംഗ വർണ്ണ അതല്ലെങ്കിൽ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും വിധേനയുള്ള ഒരു 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 ഡിസ്ക്രിമിനേഷൻ അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കാസ്റ്റ് റിസർവേഷൻ പോലും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് നമ്മൾ ഓർക്കണം. അപ്പൊ അത് ആർട്ടിക്കിൾ 14 അവിടെ വരുന്നു. ഇനി മതസ്വാതന്ത്ര്യം എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഒരു മതത്തിനും സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും വിധേനയുള്ള ഒരു അമിത സ്വാതന്ത്ര്യമോ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഫേവറിറ്റിസമോ അവിടെ കാണിക്കാൻ പാടില്ല എന്നുള്ളതും അവിടെ കാണുന്നു. പിന്നെ അതുകൂടാതെ ഒരു നിയമത്തിന്റെ മുന്നിലുള്ള ഒരു തുല്യത അവിടെ നമ്മൾ പറഞ്ഞു വെക്കുന്നു. അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങൾ അവിടെ പറയുന്ന കൂട്ടത്തിൽ ഇതെല്ലാം എടുത്ത് നമ്മൾ വഖഫ് നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് അത് തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഇതിൽ ഓരോന്നിലും വഖഫ് നിയമം അവിടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. കാരണം എന്താണ്, ഇപ്പോൾ സർവ്വമത സമഭാവന എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളെയും തുല്യമായിട്ട് കാണണം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ തന്നെ ആശയമായിട്ട് നമുക്ക് പറയാവുന്ന ഒരു സാധനം അതെടുത്ത് വെച്ച് നോക്കുമ്പോൾ സർവ്വമത സമഭാവന, ഓൾ ആർ ഈക്വൽ ബട്ട് സം മതംസ് ആർ മോർ ഈക്വൽ എന്ന് പറയുന്ന പോലെ ആയി പോവാണ് അവിടെ. എന്തിനാണ് അതിന്റെ ആവശ്യം എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. കാരണം കൃത്യമായിട്ട് നമുക്ക് പറയാം, വഖഫ് നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള ചില അധികാരങ്ങൾ അതിവിടെ ദേവസ്വം ബോർഡിനില്ല. അതിവിടുത്തെ ക്രിസ്ത്യൻ അവരുടെ ബോഡിക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനില്ല. ഏതെങ്കിലും ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ട് അത് നമ്മുടേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത അത് അവിടുത്തെ വിക്ടിംസിന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കുന്ന തരത്തിലുള്ള ഒരു അവകാശം, ഒരു അമിത അധികാരം അത് വഖഫിനേ ഉള്ളൂ. അത് ദേവസ്വം ബോർഡിനില്ല, അത് മറ്റേതെങ്കിലും സ്ഥലത്തിനില്ല. ഇനി അതിനകത്തൊരു പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് കോടതിയിലേക്ക് പോകുന്നതിന് പോലും തടസ്സം നിൽക്കുന്ന രീതിയിൽ വഖഫ് ട്രൈബ്യൂണലിൽ വെച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ദുരവസ്ഥ അത് ദേവസ്വം ബോർഡിനില്ല, അത് ക്രിസ്ത്യൻ സഭകൾക്കില്ല, അതിവിടെ വഖഫിനുണ്ട്. ഇനി ഇതിനകത്ത് ഒരു എൻക്രോച്ച്മെന്റ് നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ക്രിമിനൽ കുറ്റം ചാർജ് ചെയ്തുകൊണ്ട് ഒരാളെ ക്രിമിനൽ പ്രൊസീഡിങ്സിന് അവിടെ വിധേയനാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു വഴി, അതിനുള്ളൊരു അവകാശം അതിവിടെ വഖഫ് ബോർഡിനുണ്ട്, അത് ദേവസ്വം ബോർഡിനില്ല, അത് മറ്റേ സാധനത്തിനില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓരോന്ന് നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫേവറിറ്റിസം നമുക്ക് കാണാം. ഒരു മതത്തിനോടുള്ള ഒരു ഫേവറിറ്റിസം അവിടെ കോൺഗ്രസ് കാണിച്ചിട്ടുണ്ട്. 95 ഇത് കൊണ്ടുവന്നപ്പോഴും 2013 അമെന്റ്മെന്റ് നടക്കുമ്പോഴും ഈ ഫേവറിറ്റിസം അവിടെ വ്യക്തമാണ്. ഒന്നത്. ഇനി രണ്ടാമത്, ഇനി ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ വരുന്നു, മറ്റു മതങ്ങൾക്കില്ലാത്തൊരു ചില അമിത അധികാരങ്ങൾ അവിടെ കൊടുക്കുന്നു, അതിവിടെ വ്യക്തമാണ്. അപ്പൊ അതും ഭരണഘടനയ്ക്ക് വിരുദ്ധം തന്നെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഭരണഘടന വിരുദ്ധമാണ് എന്ന് വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഓർത്തു പോകുന്നത് ഈ ചർച്ച വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇവിടെ തുടക്കത്തിൽ വരുന്ന സമയത്ത് ഇതിന്റെ ചർച്ച പോയിരുന്നത് ഇങ്ങനെയൊന്നുമല്ല, അമെന്റ്മെന്റ് വേണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കാര്യവും അതുപോലെ മോദി പറഞ്ഞു വെക്കുന്ന കാര്യവും ഒരുമിച്ച് എടുത്ത് വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിപ്പോ ആദ്യ ഘട്ടത്തിൽ ഒരു അമെന്റ്മെന്റും രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇതിന്റെ ഒരു അബോളിഷനുമാണ് അവിടെ സിഗ്നൽ ചെയ്യുന്നത് എന്ന് തന്നെ നമുക്ക് കാര്യമായിട്ട് സംശയിക്കാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി ചേർത്ത് പറയാനുള്ളത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന ഈ ഒരു വിഷയം ഇതിനകത്ത് ഭരണഘടന വിരുദ്ധമായിട്ടൊന്നുമില്ല, അതല്ലെങ്കിൽ ഇത് മുസ്ലിങ്ങൾക്ക് അവർ ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് നിന്നിട്ടുള്ള ആളുകളാണ്, അതുകൊണ്ട് അവർക്കുള്ള അവകാശം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ധരിക്കുക എന്താണ്, ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തിയതിൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ പങ്കുള്ളൂ എന്നുള്ളൊരു ധാരണയാണ് അവിടെ വെച്ച് കൊടുക്കുന്നത്. ഞാനൊരു മുസ്ലിം വിശ്വാസിയായി ജീവിച്ച എക്സ് മുസ്ലിമായിട്ട് ഇന്ന് നിലനിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പറയാണ്, ഇത് ഈ ഒരു സപ്പോർട്ട് അത് കുറയ്ക്കണം. ഇതൊരു സോഫ്റ്റ് ബിഗോട്ടറി ആണെന്ന് ഞാൻ പറയുള്ളൂ. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു അമിത ഒരു പ്രത്യേക ഒരു കരുതലും പ്രത്യേകം ഒരു സഹായം കൊടുക്കേണ്ട ഒരു ആവശ്യം കൂടി ഇല്ല. ഏതൊരു വ്യക്തിയെ പോലെയും ഏതൊരു പൗരനെ പോലെയും എന്താണോ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത് അത് മാത്രമേ ഇവിടെ മുസ്ലിമിന് കൊടുക്കേണ്ടുള്ളൂ. നിങ്ങൾ എന്താ പറയാ, കൊഞ്ചിച്ച് ലാളിച്ച് തലയെ വെച്ച് കൊല്ലുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അതാണ് ഇവിടെ മുസ്ലിങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ഒരു ആവശ്യമില്ല. തുല്യരാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടടുത്ത് അത് പറയുന്നതിന് പകരം അവർ വളരെ പീഡിതരാണ്. എവിടെ പീഡിതരായിരുന്നു എന്നായി പറയണത്. അതായത് ഇന്ത്യയുടെ ഒരു വളരെ ലോങ് ആയിട്ടുള്ള ഒരു ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു ഭരണവർഗമായിരുന്നു ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. മുഗളന്മാരുടെ ചരിത്രം മുതലൊന്ന് പരിശോധിച്ചാൽ മതി. ഇവിടെ ഭരണ വരേണ്യ വർഗം തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ മാറി പിന്നീട് ഉണ്ടായിട്ടുള്ള ആ ഒരു പോപ്പുലേഷൻ ഡൈനാമിക്സിൽ പിന്നെ മാറി വരുന്ന കാലഘട്ടം, അതിൽ പോലും
വളരെ കൃത്യമായ രീതിയിലുള്ള പൊളിറ്റിക്കൽ ബാർഗൈനിങ് നടത്തി പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യവും മുറിച്ചെടുത്തുകൊണ്ട് പോകാൻ സാധിച്ചിട്ടുള്ള ആളുകളാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. അതിന് അവർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് പോകാതെ നിന്ന കുറെ ആളുകളുണ്ട്, ശരിയാണ്. എന്ന് വെച്ചിട്ട് അവർക്ക് ഇതേപോലെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? നിങ്ങൾ അങ്ങനെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുത്ത് ഇന്ത്യയിലെ ഓരോ മൂലയിലും ഓരോ പാകിസ്ഥാൻ ഉണ്ടാക്കണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതിലെന്ത് ലോജിക്കാ ഉള്ളത്? അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഇപ്പൊ ബാക്കി ഏതായാലും പോയ ആളുകൾ കഴിച്ച് ബാക്കിയുള്ള ആളുകൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ അവരെ തുല്യരായിട്ട് കാണണ്ടേ? അതിനുള്ള നിയമങ്ങളല്ലേ ഇവിടെ ഉണ്ടാക്കേണ്ടത്? അതിന് പകരം ഇതിനകത്ത് യൂണിഫോം സിവിൽ കോഡിന് എതിരെ നിൽക്കുന്നു, അതല്ലെങ്കിൽ ഇതുപോലുള്ള നിയമങ്ങൾ വെച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. എന്താണ് അതിന്റെ ആവശ്യം? ഇതാ നമുക്ക് മനസ്സിലാവാത്ത. ഇതിപ്പോ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മൊത്തം ചരിത്രത്തിൽ ഏറ്റവും ബാക്ക് ഫയർ ചെയ്തിട്ടുള്ള ഒരു എപ്പിസോഡാണ് നമ്മുടെ ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഗാന്ധിജി കൊണ്ടുവന്ന ഒരു സംഗതി. ഇന്ന് നമ്മളത് വായിക്കുമ്പോൾ, ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് നമ്മളത് വായിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് പോവാണ്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഖിലാഫത്തിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആവശ്യം ഇവിടെ ഉള്ളത്? ഇതിന് മാത്രം എന്താണ് അതിനകത്തുള്ളത്? ഒരു ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജനാധിപത്യ രാജ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജനാധിപത്യപരമായിട്ട് നയിക്കേണ്ട ഒരു പ്രക്ഷോഭത്തിന്റെ ഇടയ്ക്ക് ഖിലാഫത്ത് എന്ന് പറയുന്ന സാധനം ഒരു ഫാഷിസമാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിവില്ലാതെ പോയ ഗാന്ധിജി അതിന് സപ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിനു വേണ്ടിയിട്ട് അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നു. അവസാനം അത് ബാക്ക് ഫയർ ചെയ്യുന്നു. അത് 1921 കൊണ്ടെത്തിക്കുന്നു. ഇവിടെ ഹിന്ദുക്കളുടെ കൂട്ടക്കൊല നടക്കുന്നു. അപ്പൊ എന്ത് ഉദ്ദേശത്തിലാണോ അത് തുടങ്ങി വെച്ചത്? നേർ വിപരീതം എന്ന് പറഞ്ഞാൽ പോരാ, മുന്നേ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ഡിവൈഡ് ഉണ്ടാക്കുകയും അതിനൊക്കെ തുടർന്ന് ഇവിടെ ഈ പറയുന്ന RSS പോലുള്ള സംഘടനകൾ പോലും രൂപീകരിക്കപ്പെടുന്നതിനുള്ള വഴിയിലേക്കല്ലേ അത് കൊണ്ടെത്തിച്ചത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയത വളർത്തും എന്ന് നമ്മൾ അടിവരയിട്ട് ആദ്യം സമ്മതിക്കണം. അത് സമ്മതിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഇവിടെ ഇങ്ങനെ ഒരു ഭൂരിപക്ഷ വർഗീയത ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും അത് ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായത്, അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും ഓരോ തരത്തിലുള്ള ന്യൂനപക്ഷ വർഗീയതയും പുറത്തെടുക്കുന്നത് കാണുമ്പോൾ അതിനെ പാലൂട്ടി വളർത്തുന്ന പരിപാടിയല്ലേ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഓരോ അമെന്റ്മെന്റും ഈ വഖഫ് നിയമം തന്നെ അത്തരത്തിലുള്ള ഒരു സാധനമല്ലേ? ഇവിടെ ഷാബാനു കേസും നമ്മളെ ബാബറി മസ്ജിദിലേക്ക് കൊണ്ടെത്തിച്ച വിഷയങ്ങൾ അതും പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് കാണാൻ കഴിയുന്ന അതല്ലേ. ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വഖഫ് നിയമത്തിൽ പോലും അതല്ലേ കാണാനുള്ളത്. അപ്പൊ ഏത് വിഷയം നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു സോഫ്റ്റ് ബിഗോട്ടറി, മുസ്ലിങ്ങളെ ഞങ്ങൾ അങ്ങ് സപ്പോർട്ട് ചെയ്തില്ല, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ അവർ മുഴുവൻ ശ്വാസം കിട്ടാതെ പെടഞ്ഞു മരിക്കുമെന്നുള്ള ആ ചിന്ത ആദ്യം മാറ്റിവെക്കുക. അങ്ങനെയൊന്നുമില്ല. അവർ ഇവിടെ പൗരന്മാരായിട്ട് ജീവിക്കാനുള്ള വെള്ളവും വെളിച്ചവും ഭക്ഷണവും ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ത്രൈവ് ചെയ്തോളും. അങ്ങനെ ത്രൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാനും, ഒരു മുസ്ലിമാണ് ഞാനും. ഇന്ന് നമ്മൾ അത് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ഈ ഐഡന്റിറ്റി സ്വീകരിക്കുകയാണ്, എക്സ് മുസ്ലിം എന്നുള്ള ഐഡന്റിറ്റി നമ്മൾ സ്വീകരിക്കുകയാണ്. കാരണം എന്താണ്? ഇത് കണ്ടു മടുത്തിട്ടാണ്. ഈ രാഷ്ട്രീയക്കാരെ നടത്തുന്ന ഈ പോരാട്ട നാടകം ഇത് കണ്ടു മടുത്തിരിക്കുകയാണ്. മുസ്ലിങ്ങളെ വെച്ചുകൊണ്ട് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ട് വോട്ട് ബാങ്കിന്റെ ആ ഒരു ഡീൽ ബ്രേക്കേഴ്സ് ആയിട്ട് നിർത്തുന്ന ഈ ഒരു കളിപ്പാട്ടം പോലെ കണക്കാക്കിക്കൊണ്ട് അവരെ ഇതുപോലെ കളിപ്പിക്കുന്നത് കാണുമ്പോൾ, മുസ്ലിങ്ങളെ ഇതേപോലെ കളിപ്പിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. അതൊക്കെ തുറന്നു പറയുക എന്നുള്ള ഒരു കൃത്യമായ ഉദ്ദേശം തന്നെയാണ് നമ്മളെപ്പോലുള്ള ആളുകളെ ഇതുപോലെയുള്ള ഈ എക്സ് മുസ്ലിം എന്നുള്ള ടൈറ്റിൽ അതെ, അല്ലാതെ ഇത് പറയാൻ കഴിയില്ല. ഇത് പറഞ്ഞാൽ നമ്മളെ അതാണ് ഞാൻ പറയുന്നത്, അത് പറയാൻ കഴിയില്ല. അത് പറയുന്ന ആളുകൾ നിങ്ങൾ ഒന്നെങ്കിൽ സംഖ്യയാക്കും അല്ലെങ്കിൽ മാനവിക വിരുദ്ധനാക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇത് പറഞ്ഞേ പറ്റുള്ളൂ. ഈ സോഫ്റ്റ് ബിഗോട്ടറി നിർത്തണം. അതിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ.